Meet the editors. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ മൂന്നാം ഘട്ട വോട്ടെടുപ്പാണ് നാളെ. 10 സംസ്ഥാനങ്ങളിലെയും ഒരു കേന്ദ്രഭരണ പ്രദേശത്തെയും 94 സീറ്റുകളിലാണ് വിധിയെഴുത്ത്. ഗുജറാത്ത്, കർണാടക സംസ്ഥാനങ്ങളാണ് മൂന്നാം ഘട്ടത്തിലെ ശ്രദ്ധാകേന്ദ്രങ്ങൾ. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ, ജ്യോതിരാദിത്യ സിന്ധ്യ, സുപ്രിയ സുലെ എന്നിവരാണ് ജനവിധി തേടുന്ന പ്രമുഖർ. ഗുജറാത്തിലെ 25 സീറ്റുകൾ, കർണാടകയിൽ ബാക്കിയുള്ള 14 സീറ്റുകൾ, മഹാരാഷ്ട്രയിലെ 11, ഉത്തർപ്രദേശിലെ 10 സീറ്റുകളിലുമാണ് മൂന്നാം ഘട്ടത്തിൽ തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. കൂടാതെ അസം 4, ഛത്തീസ്ഗഡ് 7, ബീഹാർ 5, മധ്യപ്രദേശ് 9, പശ്ചിമബംഗാൾ 4, ഗോവ, ദാദ്ര നാഗർ ഹവേലി എന്നിവിടങ്ങളിലെ 2 വീതം സീറ്റുകളിലും നാളെ വോട്ടെടുപ്പ് നടക്കും. പരമ്പരാഗത കോട്ടകളിലാണ് മൂന്നാം ഘട്ടത്തിൽ BJP പ്രതീക്ഷയർപ്പിക്കുന്നത്. 2019 വിജയിച്ച 72 സീറ്റുകളിൽ 42 സീറ്റുകളും കഴിഞ്ഞ 3 തെരഞ്ഞെടുപ്പുകളിലും BJP-യാണ് വിജയിച്ചത്. അതേസമയം ഗുജറാത്തിൽ ക്ഷത്രിയ വിഭാഗം എതിരായത് അവർക്ക് തലവേദന സൃഷ്ടിക്കുന്നു. പ്രജ്വൽ രേവണ്ണയ്ക്കെതിരായ ലൈംഗികാതിക്രമ കേസാണ് കർണാടകയിലെ പ്രധാന തെരഞ്ഞെടുപ്പ് വിഷയം. ഘടകകക്ഷി നേതാവിനെതിരായ ആരോപണം BJP-യെ പ്രതിരോധത്തിലാക്കിയിട്ടുണ്ട്. ഇത് ലോക്സഭാ തെരഞ്ഞെടുപ്പുകളിൽ BJP-ക്ക് ലഭിക്കുന്ന മേധാവിത്വം തകർക്കാൻ സഹായകമാകുമെന്നാണ് കർണാടകയിലെ കോൺഗ്രസിന്റെ പ്രതീക്ഷ. കേന്ദ്രമന്ത്രിമാരായ അമിത്ഷാ, ജ്യോതിരാദിത്യ സിന്ധ്യ, പ്രഹ്ലാദ് ജോഷി എന്നിവരെ കൂടാതെ മധ്യപ്രദേശ് മുൻ മുഖ്യമന്ത്രി ശിവരാജ് സിംഗ് ചൗഹാൻ, SP നേതാവ് അഖിലേഷ് യാദവിന്റെ ഭാര്യ ഡിംപിൾ യാദവ്, CPM ബംഗാൾ സംസ്ഥാന സെക്രട്ടറി മുഹമ്മദ് സലീം തുടങ്ങിയവരാണ് മൂന്നാം ഘട്ടത്തിൽ ജനവിധി തേടുന്ന പ്രമുഖർ. പവാർ കുടുംബത്തിന്റെ ബലാബലത്തിന് വേദിയാകുന്ന മഹാരാഷ്ട്രയിലെ ബാരാമതി മണ്ഡലവും നാളെയാണ് ജനവിധി എഴുതുന്നത്. 1ഉം 2ഉം ഘട്ടത്തിലെ തെരഞ്ഞെടുപ്പുകൾക്ക് സമാനമായി പോളിംഗ് ശതമാനം കുറയുമോ എന്ന ആശങ്ക പാർട്ടികൾക്കും തെരഞ്ഞെടുപ്പ് കമ്മീഷനുമുണ്ട്. കഴിഞ്ഞ 2 ഘട്ടങ്ങളിലെ തെരഞ്ഞെടുപ്പിലും വോട്ടെടുപ്പുമായി ബന്ധപ്പെട്ട കണക്കുകൾ സമയബന്ധിതമായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രസിദ്ധീകരിച്ചിരുന്നില്ല. മൂന്നാം ഘട്ടം മുതലെങ്കിലും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇതിന് തയ്യാറാകണമെന്ന ആവശ്യം ശക്തമാണ്. റിപ്പോർട്ടർ, ദില്ലി. മൂന്നാം ഘട്ടം കടുക്കുമോ എന്നതാണ് ചോദ്യം. സുജയ, മൂന്നാം ഘട്ടം കടുക്കും. ആ കടുപ്പം കൂടുതൽ അനുഭവപ്പെടാൻ പോകുന്നത് ഇന്ത്യ മുന്നണിക്കാണ്. കാരണം ഇതുവരെയുള്ള 2019 കണക്ക് വെച്ച് നമ്മൾ നോക്കുമ്പോൾ, 2014 കണക്ക് വെച്ച് നമ്മൾ നോക്കുമ്പോൾ അവിടെ കോൺഗ്രസ് നിൽക്കുന്നത് ഇപ്പോൾ വോട്ടെടുപ്പ് നടക്കാൻ പോകുന്ന 93 സീറ്റുകളിലേക്കാണ്. സൂററ്റിൽ അൺഒപ്പോസ്ഡായി വിജയിച്ച് കഴിഞ്ഞിരിക്കുകയാണ് BJP. അപ്പോൾ ഒരു സീറ്റ് കിട്ടിക്കഴിഞ്ഞിരിക്കുന്നു ഗുജറാത്തിലെ സൂററ്റിൽ. അപ്പോൾ നിലവിലെ കണക്കനുസരിച്ച് ഈ 93-ൽ 71 സീറ്റുകൾ BJP-യുടേതാണ്. BJP വേഴ്സസ് കോൺഗ്രസ് ഫൈറ്റ് നടക്കുകയാണെങ്കിൽ പോലും 71 സീറ്റുകൾ സിറ്റിംഗ് സീറ്റുകളാണ് BJP-യുടേത്. 4 സീറ്റുകളാണ് കോൺഗ്രസിന് മൂന്നാം ഘട്ടത്തിൽ വോട്ടെടുപ്പ് നടക്കുന്നതിൽ സിറ്റിംഗ് സീറ്റുകളായി ഉള്ളത്. ഇനി ഇന്ത്യ ബ്ലോക്കിലെയും NDA-യിലെയും പാർട്ടികളുടെ കണക്ക് വെച്ച് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇന്ത്യ ബ്ലോക്കിന്റെ കയ്യിലുള്ളത് കോൺഗ്രസിന്റെ ഈ 4 പ്ലസ് ഒരു 4 കൂടിയുണ്ട്, 8 സീറ്റാണ് കയ്യിലുള്ളത്. അതാണ് ഇപ്പോൾ FDI കയ്യിൽ വെച്ചുകൊണ്ട് ഈ പോരാട്ടത്തിലേക്ക് നാളെ ഇറങ്ങാൻ പോകുന്നത്. NDA-യുടെ കണക്ക് നോക്കൂ. NDA-ക്ക് ഏറ്റവും ആത്മവിശ്വാസമുള്ള ഘട്ടമാണ് ഈ മൂന്നാം ഘട്ടം. 75 സീറ്റുകൾ NDA-യുടെ കയ്യിലുണ്ട്. ശിവസേന വിഭജിക്കുന്നതിന് മുൻപുള്ള അവിഭക്ത ശിവസേന, അവരുടെ കയ്യിൽ 4 സീറ്റുകളുണ്ട്. NCP-യുടെ കയ്യിൽ അവിഭക്ത NCP-യുടെ കയ്യിൽ 3 സീറ്റുകൾ, AIUDF-ന്റെ കയ്യിൽ 1 സീറ്റ്, 2 സ്വതന്ത്രർ, അങ്ങനെ ഒരു 10 സീറ്റ് ഇപ്പുറത്തും കിടപ്പുണ്ട്. അപ്പോൾ ഈ വിഭജിച്ച് പോയത് കൊണ്ട് തന്നെ അതിൽ എങ്ങനെയായിരിക്കും ഇത്തവണ ഈ 10 സീറ്റിലെ ഫലം എന്നുള്ളത് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ കഴിയുന്ന ഒന്നായി ഞാൻ കരുതുന്നില്ല. ഇനി വോട്ട് വിഹിതം എടുത്ത് നോക്കിക്കഴിഞ്ഞാലോ അവിടെയും NDA-ക്ക് നല്ല അഡ്വാൻറ്റേജ് ഉണ്ട്. 50%-ലധികം ഈ വോട്ടെടുപ്പ് നടക്കുന്ന 93 സീറ്റിലുമായി 51.8% വോട്ട് വിഹിതം 2019 സെക്യൂർ ചെയ്തത് NDA-യുടെ കയ്യിലിരിക്കുകയാണ്. ഇന്ത്യ ബ്ലോക്കിന്റെ കൂടെയുള്ള പാർട്ടികളുടെ എല്ലാം അവർ മത്സരിച്ച സീറ്റുകളിലെ ആകെ വോട്ട് വിഹിതം നമ്മൾ കൂട്ടിവെച്ചാൽ, എല്ലാം ഞാൻ കൂട്ടിയിട്ടുണ്ട്, എല്ലാം കൂട്ടിക്കഴിഞ്ഞാലും 31.9% മാത്രമാണ് ഈ പാർട്ടികൾ ഒന്നിച്ചു ചേർന്നത്. അതായത് ഒന്നിച്ച് മത്സരിക്കുന്നു, ഇപ്പുറത്ത് BJP ഒറ്റയ്ക്ക്. അങ്ങനെയാണെങ്കിൽ പോലും അവരുടെ കയ്യിലുള്ള വോട്ട് വിഹിതം വളരെ കുറവാണ്. ഇനിയിപ്പോൾ ആകെ ആശിക്കാൻ കഴിയുന്നത് ഗുജറാത്തിൽ അട്ടിമറികൾ സംഭവിക്കണം. ആ അട്ടിമറി സംഭവിക്കാനാണെങ്കിൽ പോലും 26 സീറ്റിൽ 1 സീറ്റ് ജയിച്ചു കഴിഞ്ഞു. ഇനിയുള്ള 25 സീറ്റിൽ ഒരു 5 സീറ്റാണ്, അല്ലെങ്കിൽ ഒരു 5 മുതൽ 7 വരെ സീറ്റുകളാണ് ഒരു അട്ടിമറി സാധ്യത ഉണ്ടാവുകയാണെങ്കിൽ തന്നെ അവിടെ സംഭവിക്കാനായുള്ള ഒരു സാധ്യത നേരിയ തോതിലെങ്കിലും കാണുന്നത്. ഇപ്പോൾ അതിൽ തന്നെ സുരേന്ദ്രനഗർ മണ്ഡലം, അവിടെ ഗുജറാത്തിൽ BJP-ക്ക് ഒരു വെല്ലുവിളി ഉണ്ട് എന്നതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. സുരേന്ദ്രനഗർ മണ്ഡലത്തിൽ അവിടെ ഈ കോലി സമുദായക്കാർ തമ്മിലുള്ള ഒരു പോരാട്ടമായി മാറിയിരിക്കുകയാണ്. തൽപ്പാട കോലിയും ചുൻവാലിയ കോലിയും, ഈ 2 സമുദായങ്ങൾ തമ്മിലും അവരാണ് പ്രധാനമായും ആ മണ്ഡലത്തിലെ വോട്ട് ബാങ്ക് എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ ഈ 2 കോലി വിഭാഗക്കാരും BJP സ്ഥാനാർത്ഥിയാകാൻ തങ്ങളുടെ ആളെ നിയോഗിക്കണമെന്ന് ആവശ്യപ്പെട്ടു. പക്ഷേ ചുൻവാലിയ കോലി വിഭാഗത്തിലെ ചന്ദുഭായ് സിഹോറയ്ക്കാണ് അവിടെ BJP സീറ്റ് കൊടുത്തത്. അതുകൊണ്ട് എന്ത് സംഭവിച്ചു? അവിടെ ഈ തൽപ്പാട കോലി വിഭാഗക്കാർ BJP-യുമായി കുറച്ചൊന്ന് അകന്നു നിൽക്കുകയാണ്. അപ്പോൾ അവർക്ക് ഉള്ള വോട്ട് വിഹിതത്തിൽ, അവരുടെ വോട്ടുകളിൽ ഒരു 1.5 ലക്ഷം വോട്ട് മറിഞ്ഞു കഴിഞ്ഞാൽ അവിടെ BJP-ക്ക് തോൽവി ഉണ്ടാകാനുള്ള ഒരു സാധ്യത ഞാൻ കാണുന്നുണ്ട്. കാരണം കോൺഗ്രസ് അവിടെ വളരെ തന്ത്രപൂർവ്വമാണ് ആ
ആ സീറ്റിൽ കളിച്ചിരിക്കുന്നത്. ആ സീറ്റിൽ കോൺഗ്രസ് അവിടെ തൽപ്പാട കോലി വിഭാഗത്തിലെ, അതായത് ഈ ഉടക്കി നിൽക്കുന്ന തൽപ്പാട കോലി വിഭാഗത്തിലെ ഋത്വിക് മക്വാനയെ നിർത്തിയിട്ടുണ്ട്. പക്ഷേ ഇലക്ഷൻ ഒരു എഞ്ചിനീയറിംഗ് നന്നായി അറിയാവുന്ന BJP മറ്റ് വോട്ടുകൾ കൂടി, അതായത് ക്ഷത്രിയ വോട്ടുകളും അവിടെയുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള വോട്ടുകൾ സെക്യൂർ കോൺഗ്രസിന് ആ ഒരു അട്ടിമറിയിലേക്ക് പോകാൻ കഴിയില്ല. ഒരു സാധ്യത അവിടെ നിലനിൽക്കുന്നുണ്ട് എന്നുള്ളതാണ് ഈ ലാസ്റ്റ് മിനിറ്റിലെ അവിടെ നിന്നുള്ള വിവരങ്ങൾ വെച്ച് മനസ്സിലാക്കാൻ കഴിയുന്നത്. മറ്റൊന്ന് സബർകന്ദ മണ്ഡലമാണ്. സബർകന്ദ മണ്ഡലത്തിൽ മുൻ മുഖ്യമന്ത്രി അമർ സിംഗ് ചൗധരിയുടെ മകൻ തുഷാർ ചൗധരിയാണ് കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയായിട്ട് വരുന്നത്. അവിടെ ഭിക്കാജി താക്കൂറിനെ സ്ഥാനാർത്ഥിയാക്കി പിൻവലിച്ചത് അത് കോൺഗ്രസിന് ഒരു അഡ്വാൻറ്റേജ് നൽകുന്നുണ്ട്. അവിടെ മുൻ കോൺഗ്രസ് MLA-യുടെ ഭാര്യയെ കൊണ്ടുവന്ന് ആ ഡാമേജ് കൺട്രോൾ ചെയ്യാൻ BJP നോക്കിയിട്ടുണ്ട്. പക്ഷേ അത് എത്രത്തോളം നടക്കും എന്നുള്ളത് അവിടുത്തെ ഒരു പ്രധാനപ്പെട്ട പ്രശ്നമായി നിൽക്കുകയാണ്. അവിടെയാണ് ഇന്ന് ഇപ്പോൾ ഈ മൂന്നാം ഘട്ട വോട്ടെടുപ്പിലേക്ക് നാളെ രാജ്യം പോകാനിരിക്കെ 93 മണ്ഡലങ്ങളിൽ വോട്ടെടുപ്പ് നടക്കാനിരിക്കെ നരേന്ദ്രമോദി പറയുന്ന ഉത്തർപ്രദേശിലെ ഇറ്റാവയിലെ പ്രസംഗം വലിയ രീതിയിൽ അവിടെയെല്ലാം ഈ ഗുജറാത്ത് അടക്കമുള്ള എല്ലായിടങ്ങളിലും പ്രചരിക്കുകയാണ്. അതിൽ പറയുന്നത് എനിക്ക് സ്വന്തമായി കുടുംബമില്ല, നിങ്ങളാണ് എൻ്റെ കുടുംബവും പിന്തുടർച്ചക്കാരും, എൻ്റെ ഭാരതമാണ് എൻ്റെ കുടുംബം എന്ന നരേന്ദ്രമോദിയുടെ വാചകങ്ങൾ ആവർത്തിച്ച് എല്ലാ ഇടങ്ങളിലേക്കും എത്തിക്കുന്ന ഒരു ക്യാമ്പയിൻ സ്ട്രാറ്റജിയിലേക്ക് എത്തിയിട്ടുണ്ട്. അതായത് മറ്റിടങ്ങളിൽ ഒന്നും കേട്ട നേരത്തെ പറഞ്ഞുകൊണ്ടിരുന്ന കാര്യങ്ങളിൽ നിന്ന് മാറിക്കൊണ്ട് ഞാൻ ജയിച്ചു കഴിഞ്ഞാൽ നിങ്ങളാണ് ജയിക്കുന്നത് എന്നൊരു നറേറ്റീവ് കൃത്യമായി സെറ്റ് ചെയ്തിട്ടുണ്ട്. മൂന്നാം ഘട്ടത്തിൽ കഴിഞ്ഞ തവണയും 2019 അങ്ങനെയുള്ള ഒരു പേഴ്സണൽ ടച്ചുള്ള ഒരു ക്യാമ്പയിൻ ലാസ്റ്റ് ഡേയ്സിൽ നമ്മൾ കണ്ടതാണ്. സമാനമായ രീതിയിലാണ് ഇപ്പോഴും നടക്കുന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ കരുതുന്നത് വലിയ ആത്മവിശ്വാസം NDAക്ക് വെക്കാൻ കഴിയുന്ന ഘട്ടമാണ് ഈ മൂന്നാം ഘട്ടം എന്നുള്ളതാണ്. അതിന്റെ കാരണം അവരുടെ കയ്യിലുള്ള ഈ വോട്ട് വിഹിതം തന്നെയാണ്. എന്തായാലും 1332 സ്ഥാനാർത്ഥികളാണ് ഈ മൂന്നാം ഘട്ടത്തിൽ വോട്ടെടുപ്പിനായി പോകുന്നത്. അതിൽ BJPക്ക് 82 സീറ്റുകളിലാണ്, അതായത് പറയുന്നു നേരത്തെ 71 ആണെങ്കിൽ അത് 82 ആക്കുക, 93-ൽ 82 എന്നുള്ളതാണ് BJP ലക്ഷ്യമിടുന്നത്. അതിൽ BSP ഇതിനകത്ത് വലിയൊരു സ്പോയിലർ ആകാവുന്ന മൂന്നാമത്തെ ഘട്ടമാണ് എന്നതുകൂടി നമ്മൾ മനസ്സിലാക്കണം. BSP 79 സീറ്റുകളിൽ മത്സരിക്കുന്നുണ്ട്. കോൺഗ്രസ് മത്സരിക്കുന്നത് 68 സീറ്റുകളിലാണ്. കോൺഗ്രസ് മത്സരിക്കുന്ന ഒരു സീറ്റിൽ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി തന്നെ പിന്മാറുന്നത് എങ്ങനെയാണ് എന്നത് നമ്മൾ കണ്ടു. സൂററ്റിൽ അൺഒപ്പോസ്ഡ് ആയിട്ട് വിജയിക്കുകയാണ് BJP. സമാനമായ രീതിയിൽ കോൺഗ്രസ് മത്സരിക്കുന്ന മറ്റ് 67 സീറ്റുകളിലും വലിയ രീതിയിൽ കോൺഗ്രസിനെ പിളർത്താൻ അല്ലെങ്കിൽ വോട്ട് സ്പ്ലിറ്റ് ചെയ്യാനായിട്ടുള്ള നീക്കങ്ങൾ അവിടെ നടന്നിട്ടുണ്ട്. അപ്പോൾ ഇന്ത്യ മുന്നണിക്ക് വലിയ ഒരു തലവേദനയാണ് ഈ മൂന്നാം ഘട്ടം എന്നതാണ് ഞാൻ കരുതുന്നത്. അതിൽ തന്നെ ഈ മഹാരാഷ്ട്രയിലെ 11 സീറ്റുകൾ, ഒപ്പം കർണാടകയിലെ 14 സീറ്റുകൾ, അതിലെങ്ങനെയാണ് ഇന്ത്യ മുന്നണി പെർഫോം ചെയ്യുക എന്നതും വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അപ്പോൾ ഇന്ത്യ മുന്നണിക്ക് പ്രതീക്ഷിക്കാവുന്ന വകയുള്ളത് ഈ ഗുജറാത്തിലെ 2 സീറ്റുകളുണ്ട്. അതിൽ തന്നെ പരമാവധി അവർക്ക് ഒരു 5 വരെ പോകാൻ കഴിയും. മഹാരാഷ്ട്രയിലെ 11 സീറ്റുകൾ, കർണാടകയിലെ 14 സീറ്റുകൾ, പ്രത്യേകിച്ചും ഈ പ്രജ്വൽ രേവണ്ണ വിവാദമൊക്കെ വന്ന പശ്ചാത്തലത്തിൽ കർണാടകയിലെ 14 സീറ്റുകൾ ഒരു പക്ഷേ ഒരു അഡ്വാൻറ്റേജായി മാറാനുള്ള ഒരു സാധ്യത നിലനിൽക്കുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ പറയുന്ന കണക്കുകളൊക്കെ മാറും. എന്തായാലും മൂന്നാം ഘട്ടം എന്ന് പറയുന്നത് അഡ്വാൻറ്റേജ് ടു NDA എന്നുള്ളതാണ് എൻ്റെ ടേക്ക്. കടുക്കുന്നത് ഇന്ത്യ മുന്നണിക്കാണ്. നന്നായി പെർഫോം ചെയ്യാൻ, ഈ ഘട്ടത്തിൽ നന്നായി പെർഫോം ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ എന്താണ് സംഭവിക്കുക? ഈ മൂന്നാം ഘട്ടം കൂടി തീരുന്നതോടെ 283 സീറ്റിലെ പോരാട്ടം പൂർത്തിയാവുകയാണ്. അപ്പോൾ ഈ മൂന്നാം ഘട്ടത്തിൽ പെർഫോം ചെയ്യുക എന്നുള്ളത് ഇന്ത്യ ബ്ലോക്കിനായാലും NDAക്കായാലും വളരെ പ്രധാനപ്പെട്ടതാണ്. NDAക്ക് ഒരു അഡ്വാൻറ്റേജ് ഉള്ള ഘട്ടമാണിത്. അവിടെ ഇന്ത്യ ബ്ലോക്ക് പ്രചാരണത്തിലൊക്കെ വളരെ പിന്നിലാണ് എന്നുള്ള ഒരു വസ്തുത കൂടി നമ്മുടെ മുന്നിലുണ്ട്. ശരി, MP നികേഷ് കുമാർ. BJPയുടെ രാഷ്ട്രീയ ആഖ്യാനം 1-2 ഘട്ടങ്ങളിൽ വിജയിച്ചില്ല എന്നും മാത്രമല്ല, BJP പോളിംഗ് ശതമാനത്തിൽ ഉണ്ടായിട്ടുള്ള ഇടിവിൽ വലിയ തോതിൽ ഖിന്നരാണ് എന്നുള്ളതാണ്. ഇപ്പോൾ വടക്കേന്ത്യൻ സംസ്ഥാനങ്ങളിലൊക്കെ തന്നെയും 6% മുതൽ 8% വരെ പോളിംഗ് ഇടിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ്. 11% വനിതാ വോട്ടർമാരുടെ കുറവ്. നമുക്കറിയാം, മധ്യപ്രദേശിലൊക്കെ തന്നെയും ലാഡ്ലി ബഹന യോജന അടക്കമുള്ള വലിയ പദ്ധതികളിലൂടെ 2025 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വനിതകളെ ഗുണഭോക്താക്കളാക്കി കൊണ്ടുവന്നാണ് മധ്യപ്രദേശ് അടക്കമുള്ള സംസ്ഥാനങ്ങളിൽ അട്ടിമറി വിജയം നേടിയിട്ടുള്ളത്. ഇവിടെ ബീഹാറിൽ, മഹാരാഷ്ട്രയിൽ, കർണാടകത്തിൽ രാഷ്ട്രീയ മാറ്റം ഉണ്ടാകുന്ന വിധത്തിൽ കാറ്റ് മാറി വീശിക്കൊണ്ടിരിക്കുന്നു എന്നുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരുന്നു. അതോടൊപ്പം തന്നെ ദില്ലി, രാജസ്ഥാൻ പോലുള്ള സംസ്ഥാനങ്ങളിൽ പോലും പഴയ ഫലമായിരിക്കില്ല എന്നുള്ള തിരിച്ചറിവ് BJPയെ തന്നെ ഇപ്പോൾ ഉണ്ടായിരിക്കുന്നു. അതിനു പുറത്ത് ഇപ്പോൾ മധ്യപ്രദേശിലും ഉത്തർപ്രദേശിലും വരെ കാര്യങ്ങൾ മാറും എന്നുള്ള നിലയിലാണ്. പ്രത്യേകിച്ച് 1-2 ഘട്ട പോളിംഗിന് ശേഷം മധ്യപ്രദേശിലും ഉത്തർപ്രദേശിലും കോൺഗ്രസിനും ഇന്ത്യ ബ്ലോക്കിനാകെ തന്നെയും വലിയ പ്രതീക്ഷയുണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ്. ഞാൻ നേരത്തെ ഏപ്രിൽ 19-ൻ്റെയും ഏപ്രിൽ 26-ൻ്റെയും ആദ്യ 2 ഘട്ട വോട്ടെടുപ്പിലെ മധ്യപ്രദേശിലെ 16 സീറ്റുകളുടെ കാര്യത്തിൽ ഒരു കണക്കിപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. 6% ഏപ്രിൽ 19-ൻ്റെ ഒന്നാം ഘട്ടത്തിൽ പോളിംഗ് കുറഞ്ഞത്.
പറഞ്ഞത്. രണ്ടാം ഘട്ടത്തിൽ 8% വോട്ട് കുറഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ്. ഇത് BJPയെ വലിയ നിലയിൽ ആശങ്കയിലാക്കിയിട്ടുണ്ട്. കോൺഗ്രസിൻ്റെ ഒരു സീറ്റ് പോലും 29 കിട്ടാൻ സാധ്യതയില്ല എന്ന് കരുതിയ കോൺഗ്രസ് ഇപ്പോൾ 8 സീറ്റ് മുതൽ 12 സീറ്റ് വരെ യഥാർത്ഥത്തിൽ മധ്യപ്രദേശിൽ പ്രതീക്ഷിക്കുകയാണ്. അവിടെയാണ് ഈ 11% വനിതാ വോട്ടർമാരുടെ കുറവുണ്ടാകുന്നത്. അത് വലിയ നിലയിൽ BJPയെ ആശങ്കയിലാക്കിയിട്ടുണ്ട്. ഇനി 16 സീറ്റുകളിലാണ് മധ്യപ്രദേശിൽ ബാക്കിയുള്ളത്. അവിടെ പോളിംഗ് ശതമാനം കുറഞ്ഞിരിക്കുന്നു. അതിന് BJP പറയുന്ന കാരണം കടുത്ത ചൂടാണെങ്കിൽ പോലും ഇതിനേക്കാൾ വലിയ ചൂട് കാറ്റ് താങ്ങി വോട്ടർമാർ തെരഞ്ഞെടുപ്പിന് പോയിട്ടുണ്ട് എന്നുള്ള തിരിച്ചറിവ് BJP മനസ്സിലാക്കുന്നത് ഇത് നരേന്ദ്രമോദി സർക്കാരിനോടുള്ള ഒരു പ്രീതിയില്ലായ്മ, ഒരു അനുഭാവമില്ലായ്മ, ഒരു പ്രോക്സിമിറ്റി ഇല്ലായ്മ, അതാണ് എന്നുള്ളൊരു തിരിച്ചറിവ് BJPയെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാക്കി. ഏതായാലും മോദി ഗ്യാരണ്ടി എന്നോ അല്ലെങ്കിൽ രാമൻ്റെ അനുഗ്രഹമെന്നോ ഉള്ള പഴയ മുദ്രാവാക്യം ഇനി നിലനിൽക്കുന്നതല്ല എന്ന് കരുതുന്നു. ശരിയാണ്, കോൺഗ്രസിൻ്റെ ഈ ജാതി സെൻസസും വലിയ നിലയിലൊന്നും മാറ്റങ്ങൾ ഉണ്ടാക്കിയിട്ടില്ല, അല്ലെങ്കിൽ വോട്ടർമാരെ ആ നിലയിലേക്ക് തെരഞ്ഞെടുപ്പ് രംഗത്തേക്ക് കോൺഗ്രസിന് സ്വാധീനിക്കാൻ കഴിഞ്ഞിട്ടില്ല. പക്ഷേ മധ്യപ്രദേശ് അടക്കമുള്ള സംസ്ഥാനങ്ങളിൽ പ്രത്യേകിച്ച് ഈ ഉമാഭാരതി, ബാബുലാൽ ഗൗർ, ഒപ്പം തന്നെ ശിവരാജ് സിംഗ് ചൗഹാൻ എന്നീ നേതൃത്വത്തിൻ്റെ അഭാവം അവിടെയും ഈ തരത്തിൽ ജാതി ഇക്വേഷനിലേക്ക് തിരികെ കൊണ്ടുപോയിട്ടുണ്ട് എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ആ നിലയിലുള്ള റിവ്യൂസാണ് വരുന്നത്. നോക്കൂ, ഉത്തർപ്രദേശിൽ 80 സീറ്റിൽ ഏതാണ്ട് 75 സീറ്റുകളിലെങ്കിലും വിജയം നേടാൻ കഴിയൂ എന്നുള്ളതാണ് BJPയുടെ ഏറ്റവും വലിയ പ്രതീക്ഷയായിരുന്നത്. പക്ഷേ ഇന്ന് ആ മോഹങ്ങളൊക്കെ തന്നെയും ഇരുളടഞ്ഞു നിൽക്കുകയാണ്. ചില അവലോകനങ്ങളിൽ 50 സീറ്റ് വരെ BJP താഴേക്ക് പോയേക്കാം എന്നുള്ളതാണ്. അതിലേറ്റവും പ്രധാനമായി കാരണം പറയുന്നത് യോഗി ആദിത്യനാഥ് തന്നെ യഥാർത്ഥത്തിൽ പുറംതിരിഞ്ഞിരിക്കുകയാണ്. വലിയ വിജയം ഇത്തവണ നരേന്ദ്രമോദി സർക്കാരിന് ഉണ്ടാകാൻ പാടില്ല എന്നുള്ള BJP നേതാക്കളുടെ തന്നെ ചില ആളുകളുടെ ആഗ്രഹം. അതിലൊന്നാണ് ആദിത്യനാഥിനെ പാർലമെൻ്ററി ബോർഡിലൊന്നും ചേർത്തിട്ടില്ല. ഫഡ്നാവിസിനെ പാർലമെൻ്ററി ബോർഡിലേക്ക് കൊണ്ടുവന്നപ്പോഴും 2 തവണ മുഖ്യമന്ത്രിയായിട്ടുള്ള ആദിത്യനാഥ് അവിടെ ഇല്ല എന്ന് ആലോചിക്കണം. അപ്പോൾ ആദിത്യനാഥിൻ്റെ ആഫീസിനെ, CMOയെ പോലും നിയന്ത്രിക്കുന്നത് ഡൽഹിയിൽ നിന്ന് നരേന്ദ്രമോദിയാണെന്നാണ് പറയുന്നത്. അവിടുത്തെ IAS പോസ്റ്റിംഗ്, IPS പോസ്റ്റിംഗ് ഒക്കെ തന്നെയും ഡയറക്റ്റാണ്. അപ്പോൾ ആ നിലയിൽ വലിയ ക്ലാഷ് യഥാർത്ഥത്തിലുണ്ട്. ആ പറയുന്ന ഉൾപ്പിരിവുകളൊക്കെ തന്നെയും ഉത്തർപ്രദേശിലെ സീറ്റുകൾ കുറയ്ക്കാൻ സാധ്യതയുണ്ട്. മാത്രമല്ല, ഉത്തർപ്രദേശിലെ പുതിയ ജാതി സമവാക്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. പിന്നോക്ക വിഭാഗങ്ങളെയും ദളിതുകളെയും ആദിവാസികളെയും മുസ്ലിങ്ങളെയും ഒക്കെ ചേർത്തുകൊണ്ടാണ് കോൺഗ്രസ് SP സഖ്യം മുന്നോട്ട് പോകുന്നത്. അതോടൊപ്പം തന്നെ ഇപ്പോൾ ഈ പറയുന്ന യോഗി ആദിത്യനാഥിൻ്റെ ഒപ്പം നിൽക്കുന്ന ജാതി വിഭാഗങ്ങളും യഥാർത്ഥത്തിൽ ഇപ്പോൾ തിരിഞ്ഞിട്ടുണ്ട് BJPക്കെതിരെ എന്നുള്ളതാണ്. ഞാൻ വിചാരിക്കുന്നത് 1-2 ഘട്ടങ്ങൾ BJPയെ സംബന്ധിച്ചിടത്തോളം മറക്കാൻ ആഗ്രഹിക്കുന്ന ഫേസാണ്. 3-ാം ഘട്ടത്തിൽ BJP തിരികെ കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ടാണ് നരേന്ദ്രമോദി ഇന്നലെ പോയി വീണ്ടും അയോധ്യയിൽ അദ്ദേഹത്തിൻ്റെ റോഡ് ഷോ നടത്തിയിട്ടുള്ളത്. വീണ്ടും മുസ്ലിം ബൈനറി തിരികെ കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടുള്ളത്, പാകിസ്ഥാൻ ബൈനറി തിരികെ കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടുള്ളത്. ഈ പറയുന്ന നമ്മൾ തുടർച്ചയായി പറയുന്ന കാര്യങ്ങളുണ്ടല്ലോ, മട്ടൻ കറി, മീൻ പൊരിച്ചത്, അതുപോലെ തന്നെ കച്ചിത്തീവ്, ദ കേരള സ്റ്റോറി, എന്ന് വെച്ചാൽ എങ്ങനെയൊക്കെ ധ്രുവീകരിക്കാമോ ആ തരത്തിലുള്ള. പക്ഷെ അതൊന്നും ക്ലച്ച് പിടിച്ചിട്ടില്ല. സാധാരണഗതിയിൽ നരേന്ദ്രമോദി ഒരു കാര്യം പറഞ്ഞാൽ അത് നല്ല രീതിയിൽ ആഘാതം ഉണ്ടാക്കും ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ. ഇവിടെ അതൊന്നും ഉണ്ടാകുന്നില്ല എന്ന് മാത്രമല്ല, ഒന്നിൽ നിന്ന് വേറൊന്നിലേക്ക് ഇങ്ങനെ ചുവട് മാറി പോവുകയാണെന്നുള്ളതാണ്. 3-ാം ഘട്ടം കടുക്കുമോ എന്നുള്ള ചോദ്യത്തിന് കടുപ്പത്തിലാണ് 1-ാം ഘട്ടവും 2-ാം ഘട്ടവും കഴിഞ്ഞതിന് ശേഷം BJP കേവല ഭൂരിപക്ഷത്തിലേക്ക് BJP എത്തില്ല എന്നുള്ള കാര്യത്തിനകത്ത് BJP ഒന്ന് ഉറപ്പിച്ചിട്ടുണ്ടെന്നാണ് ഞാൻ കരുതുന്നത്. 7-ാം ഘട്ടം വരെ പോകേണ്ടതുണ്ട്. അതിനിടയിൽ പുൽവാമയും ബാലക്കോട്ടും ഒക്കെ ഉണ്ടാകാനുള്ള സാധ്യതയൊക്കെ ഉണ്ട്. പക്ഷേ 7-ാം ഘട്ടം വരെ ഇതേപോലെയാണ് പോകുന്നതെങ്കിൽ BJPയെ സംബന്ധിച്ചിടത്തോളം കടുപ്പം തന്നെയായിരിക്കും. 3-ാം ഘട്ടം കടുക്കുമെന്ന് തന്നെയാണ് എനിക്കും അഭിപ്രായമുള്ളത്. കാരണം ഈ വോട്ടെടുപ്പ് കഴിയുന്നതോടെ പകുതിയിലധികം മണ്ഡലങ്ങളിലെയും വോട്ടെടുപ്പ് പൂർത്തിയാവുകയാണ് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ 3-ാം ഘട്ടം പ്രധാനമാണ്. ഇപ്പോൾ ശതമാന കണക്കുകൾ നോക്കുകയാണെങ്കിൽ 1-ാം ഘട്ടത്തിൽ 66.1% പോളിംഗ് രേഖപ്പെടുത്തിയത്. 2-ാം ഘട്ടത്തിൽ അത് 66.7%. 2019 നോക്കുമ്പോൾ 1-ാം ഘട്ടത്തിൽ അത് 69.4%. 2-ാം ഘട്ടത്തിൽ 61.2%. അപ്പോൾ വോട്ട് വലിയ രീതിയിൽ പോളിംഗ് ശതമാനം താഴേക്ക് പോയിട്ടുണ്ട്. അതിന് പ്രധാനപ്പെട്ട കാരണങ്ങളായി നേരത്തെ ചൂണ്ടിക്കാണിച്ച പോലെ ചൂട് പറയുന്നുണ്ട്, ഈ ദൈർഘ്യം കൂടിയത് ഒരു പ്രധാനപ്പെട്ട കാരണമായിട്ട് ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ വോട്ടർമാരെ ആകർഷിക്കാനുള്ള പ്രധാനപ്പെട്ട വിഷയങ്ങളില്ല എന്നുള്ളതൊരു പ്രധാനപ്പെട്ട കാര്യമായി പറയുന്നുണ്ട്. വോട്ടർ പട്ടികയിലെ പാകപ്പിഴകൾ ഒരു പ്രധാനപ്പെട്ട കാര്യമായി പറയുന്നുണ്ട്. ഏതായാലും ഉത്തരേന്ത്യയിൽ വോട്ട് ശതമാനം 70%-ലധികം പോകുന്നത് അപൂർവമാണ് എന്നും ചൂണ്ടിക്കാണിക്കപ്പെടുന്നുണ്ട്. 80% വരെ എത്തുന്നത് തെക്ക് കിഴക്ക് മേഖലകളിലാണ് എന്നുള്ളതാണ്. പിന്നെ ഒന്ന് ഈ പറയുന്നത് ഈ വോട്ട് ശതമാനം കുറയുന്നത് കേഡർ പാർട്ടികൾക്ക് ഗുണമെന്നാണ് പൊതുവെയുള്ള വിലയിരുത്തൽ പറയുന്നത്. ഈ ലോക്നീതി CSDS സർവേ ഒക്കെ പ്രകാരം 2019 സർവേയിലും BJPക്ക് വോട്ട് ചെയ്യാൻ സാധ്യതയുള്ളവർ കൂടുതലായി എത്തുകയും
പ്രതിപക്ഷത്തിനോട് അടുപ്പമുള്ള ന്യൂനപക്ഷ ദരിദ്ര വിഭാഗങ്ങൾ വോട്ടിനെത്താൻ മടിക്കുകയും ചെയ്യുന്നൊരു സാഹചര്യം അത് തന്നെ 2024 ആ സർവേ പറയുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു ആശങ്ക അവിടെ നിലനിൽക്കുന്നു. നേരത്തെ സുജയ പറഞ്ഞ പോലെ കണക്കുകൾ വെച്ച് നോക്കുകയാണെങ്കിൽ ശരിയാണ്, ഇന്ത്യ മുന്നണിയെ സംബന്ധിച്ച് നിർണായകമാണ്. അവർ വളരെ ചെറിയ കണക്കാണല്ലോ. ഇന്ത്യ മുന്നണി ആകെ 11 മാത്രമാണ് ജയിച്ചത്. ഈ ഘട്ടത്തിലെ മൂന്നാം ഘട്ടത്തിലാണ് പറയുന്നത്. 94 സീറ്റുകൾ നോക്കുമ്പോൾ 2019 കക്ഷി നോക്കുമ്പോൾ NDA 80 വിജയിച്ചിട്ടുണ്ട്. അപ്പോൾ ആ ഒരു വ്യത്യാസം അവിടെ നിൽക്കുന്നു. മാത്രമല്ല 7 മണ്ഡലങ്ങളിൽ BJPക്ക് 40% വോട്ട് ലഭിച്ച സാഹചര്യം കൂടി 2019 ഉണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഇപ്പോഴത്തെ സാഹചര്യങ്ങൾ എങ്ങനെയൊക്കെ മാറുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഗുജറാത്തിൽ ഇപ്പോൾ മുഴുവൻ സീറ്റിലേക്കും നടക്കാൻ പോകുന്നു നാളെ പോളിംഗ്. അവിടെ നേരത്തെ പറഞ്ഞതുപോലെ കോൺഗ്രസിനും ആപ്പിനും വോട്ടുണ്ട്. 2 മണ്ഡലങ്ങളിലെങ്കിലും അവർക്ക് നിർണായകമാണ്. അവർക്ക് കിട്ടുമെന്നുള്ള പ്രതീക്ഷയുണ്ട്. അതിൽ തന്നെ ജുനഗഡ്, രാജ്കോട്ട്, ബനാസ്ഘട്ട, ഭറൂച്ച്, ഭാവ്നഗർ ഇവിടെയൊക്കെ കനത്ത മത്സരം BJP നേരിടേണ്ടി വരും എന്നുള്ള വിലയിരുത്തലുമുണ്ട്. അതുപോലെ തന്നെ കേന്ദ്രമന്ത്രി പുരുഷോത്തം രൂപാല, പലതവണ നമ്മൾ ചർച്ചകൾ പറഞ്ഞിട്ടുള്ളതാണ് പുരുഷോത്തം രൂപാലയുടെ രജപുത്ര വിരുദ്ധ പരാമർശം. അത് ഗുജറാത്തിലും തിരിച്ചടിക്കാൻ സാധ്യതയുള്ള ഒരു പ്രധാനപ്പെട്ട ഘടകമാണ്. അടുത്ത ഏറ്റവും പ്രധാനപ്പെട്ടത് കർണാടകയിലാണ്. കർണാടകയിലെ 14 മണ്ഡലങ്ങളിലെ തിരഞ്ഞെടുപ്പ് എന്ന് പറയുമ്പോൾ പ്രജ്വൽ രേവണ്ണ വിഷയം വന്നതിന് ശേഷമുള്ള തിരഞ്ഞെടുപ്പാണ് നടക്കുന്നത്. അപ്പോൾ കഴിഞ്ഞ തവണ 25 സീറ്റ് മണ്ഡലങ്ങളും BJP നിലനിർത്തിയെങ്കിൽ ഇത്തവണ അങ്ങനെയല്ല സാഹചര്യം എന്നുള്ള ആത്മവിശ്വാസം ഇന്ത്യ മുന്നണിക്കുണ്ട്. അവിടെ തന്നെ BJPയിൽ തന്നെ ഉണ്ടായിരിക്കുന്ന പടലപ്പിണക്കം. ശിവമൊഗ്ഗയിൽ കർണാടക യെദ്യൂരപ്പയുടെ മകൻ രാഘവേന്ദ്ര മത്സരിക്കുമ്പോൾ എതിരാളിയായി വരുന്നത് ഈശ്വരപ്പയാണ്. പാർട്ടിയുടെ മുൻ സംസ്ഥാന അധ്യക്ഷനാണ് എന്നുള്ളതാണ്. അപ്പോൾ അവിടെ മത്സരം കടുക്കുമെന്ന് പറയുന്നുണ്ട്. കലബുർഗിയിൽ മല്ലികാർജുൻ ഖാർഗെയ്ക്ക് അദ്ദേഹത്തിൻ്റെ മണ്ഡലമാണ്. അപ്പോൾ അവിടെ അദ്ദേഹം പരാജയപ്പെട്ടിട്ടുണ്ട്. അവിടെ മരുമകനെ അദ്ദേഹം അവിടെ മത്സരിപ്പിക്കുന്നു. അപ്പോൾ അതൊരു പ്രധാനപ്പെട്ട മത്സരമായി കാണുന്നു. അതുപോലെ പ്രധാനപ്പെട്ട ഒരുപാട് നേതാക്കൾ മത്സരിക്കുന്ന ഇരു കക്ഷികളിൽ നിന്നും പ്രധാനപ്പെട്ട നേതാക്കൾ മത്സരിക്കുന്ന അതാണ് മൂന്നാം ഘട്ടം. അമിത്ഷാ മത്സരിക്കുന്നു. CPM-ൽ നിന്ന് മൂർഷിദാബാദിൽ ബംഗാളി മുഹമ്മദ് സലീം മത്സരിക്കുന്നു. ദിഗ്വിജയ് സിംഗ് മത്സരിക്കുന്നു. ശിവരാജ് സിംഗ് ചൗഹാൻ മത്സരിക്കുന്നു. അങ്ങനെ നിരവധി നേതാക്കൾ. അതുപോലെ തന്നെ സമാജ്വാദി പാർട്ടിക്കും നിർണായകമാണ് അവിടുത്തെ മത്സരം എന്നുള്ളത്. സമാജ്വാദി പാർട്ടിയും BJPയും തമ്മിലുള്ള നേരിട്ടുള്ള മത്സരം. അവിടെ സമാജ്വാദി പാർട്ടി വലിയ പ്രതീക്ഷ പുലർത്തുന്നുണ്ട് പുതിയ സാഹചര്യത്തിൽ. അപ്പോൾ അങ്ങനെ ഇന്ത്യ മുന്നണിക്ക് പ്രതീക്ഷ നൽകുന്ന ചില കാര്യങ്ങൾ ഇവിടെ ഘടകങ്ങൾ ഉരുത്തിരിയുന്നു. അതോടൊപ്പം ഇപ്പുറത്തെ പ്രചാരണം എത്രത്തോളം തീവ്രമാകുന്നു എന്നുള്ളത് നമ്മൾ കണ്ടാണ്. എല്ലാം കടന്ന് ഇപ്പോൾ പാകിസ്ഥാൻ മുസ്ലിം വാദങ്ങൾ എല്ലാം കടന്ന് ഇന്നിപ്പോൾ മഹാരാഷ്ട്രയിൽ വന്നിരിക്കുന്ന ഒരു പ്രചാരണം ഭാരതം ജയിക്കണമോ പാകിസ്ഥാൻ ജയിക്കണമോ എന്ന രൂപത്തിലേക്ക് മാറിയിരിക്കുന്നു. അപ്പോൾ അത്രയ്ക്കും തീവ്രമായും വർഗീയമായും ചേരിതിരിഞ്ഞുള്ള പ്രചാരണങ്ങൾ വന്നു കഴിഞ്ഞിരിക്കുന്ന പ്രത്യേക സാഹചര്യമുണ്ട്. അപ്പോൾ അതൊക്കെ എങ്ങനെ പ്രതിഫലിക്കുമെന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണ്. അതുകൊണ്ട് തന്നെ മത്സരം കടുക്കുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഈ ഘട്ടത്തിൽ നടക്കുന്ന സൂററ്റ് അടക്കം നമ്മൾ ഈ 94 മണ്ഡലങ്ങൾ തന്നെ എടുത്താൽ ഈ 94 മണ്ഡലങ്ങളിൽ 43 മണ്ഡലങ്ങളാണ് യഥാർത്ഥത്തിൽ BJPയുടെ ശക്തിയുള്ള മണ്ഡലങ്ങൾ എന്ന് പറയാവുന്നത്. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ 2009 ഈ 94 മണ്ഡലങ്ങളിൽ 43 മണ്ഡലങ്ങളിലും BJP വിജയിച്ചു. അന്ന് യഥാർത്ഥത്തിൽ കോൺഗ്രസിന് അനുകൂലമായൊരു തരംഗം രാജ്യത്തുണ്ടായിരിക്കുമ്പോൾ BJP പ്രത്യക്ഷത്തിൽ തന്നെ ഇല്ലാതിരുന്നൊരു തെരഞ്ഞെടുപ്പിൽ 43 സീറ്റുകളിൽ ഈ 94-ൽ 43 സീറ്റുകളിൽ BJP വിജയിച്ചു വന്നിട്ടുണ്ട്. എന്നാൽ 2014 മോദി തരംഗം ഉണ്ടാകുമ്പോൾ 67 സീറ്റുകളായിട്ട് അവരുടെ ടാലി അവർ ഉയർത്തുന്നുണ്ട്. അതേപോലെ തന്നെ ഏതാണ്ട് കഴിഞ്ഞ 2019 72 അപ്പം അങ്ങനെ ഉയർന്നു വരുന്നൊരു സ്വഭാവം കാണിക്കുന്നുണ്ട്. പക്ഷേ 43 റിയൽ നമ്പർ. ബാക്കി 51 സീറ്റുകളും ഫൈറ്റ് ചെയ്യാവുന്ന സീറ്റുകളാണ്. ആ അർത്ഥത്തിൽ ഈ ഘട്ടം വളരെ പ്രധാനമാണ് ഇന്ത്യ മുന്നണിയെ സംബന്ധിച്ചിടത്തോളം. അപ്പം ഈ 51 സീറ്റുകളിൽ നല്ല രീതിയിൽ ഫൈറ്റ് ചെയ്യാൻ പറ്റും ഇന്ത്യ മുന്നണിക്ക്. അതിൽ 2 സംസ്ഥാനങ്ങൾ പ്രധാനമായിട്ട് വരുന്നു. ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഗുജറാത്തും കർണാടകയും. ഗുജറാത്തിലെ ഈ പറയുന്ന രജപുത്ര വിഭാഗത്തിനുണ്ടായിട്ടുള്ള ശക്തമായ എതിർപ്പ്. അവർ വലിയ വോട്ട് ബാങ്കല്ല, 5% വോട്ടാണ് രജപുത്രർക്കുള്ളത്. പക്ഷേ വിവിധ ജാതി വിഭാഗങ്ങൾ അവിടെ അതുമായി ഈ ക്ഷത്രിയ വിഭാഗങ്ങൾ മൊത്തത്തിലെടുത്താൽ അവർ മൊത്തത്തിൽ അവരുടെ സ്ത്രീകൾ അപമാനിക്കപ്പെട്ടു എന്നുള്ളതാണ് അവിടുത്തെ ഏറ്റവും വലിയ പ്രശ്നമെന്ന് പറയുന്നത്. അപ്പോൾ ആ അർത്ഥത്തിൽ അതൊരു വലിയ വികാരമായിട്ട് അവിടെ നിൽക്കുന്നുണ്ട്. പ്ലസ് ആം ആദ്മി പാർട്ടിയും കോൺഗ്രസും ഒരു റിവൈവൽ ഫോഴ്സായിട്ട് അവിടെ വരുന്നുണ്ട്. ആ അർത്ഥത്തിലൊക്കെ വലിയൊരു ഫൈറ്റാണ് ഗുജറാത്തിൽ നടക്കാൻ പോകുന്നത്. വലിയ മത്സരം തന്നെ ഗുജറാത്തിൽ നടക്കുന്ന കാര്യത്തിലൊരു സംശയവുമില്ല. പിന്നെ നമ്മൾ ഈ സൂചിപ്പിച്ചതുപോലെ കർണാടകയിലും സ്ത്രീകൾ വലിയ രീതിയിൽ എതിരായിരിക്കുകയാണ് അവിടെ. കാരണം ഈ സ്ത്രീകളെ തോക്കു ചൂണ്ടി അല്ലേ ഇപ്പം നമുക്ക് വന്നുകൊണ്ടിരിക്കുന്ന തോക്കു ചൂണ്ടിയാണ് പലരെയും റേപ്പ് ചെയ്തിരിക്കുന്നത് എന്നുള്ള സാഹചര്യം വരുന്നത് പറയുന്നത് സ്ത്രീകളെ ക്ഷമിക്കുന്നൊരു കാര്യമല്ല.
അപ്പോൾ അത് ഇവർക്ക് ഇനിയിപ്പോൾ ഹാസനിലും പിന്നെ ഒക്കെ മാണ്ഡ്യയിലും ഒക്കെ എങ്ങനെയാണ് അത് റിഫ്ലക്റ്റ് ചെയ്യുക, കഴിഞ്ഞ ഒന്നാം ഘട്ടത്തിൽ അത് കഴിഞ്ഞു പോയിട്ടുണ്ട്. എന്നാലും അവിടെ ഇതൊരു വിഷയം തന്നെയായിരുന്നു. ഇതിപ്പം വളരെ സൗകര്യപൂർവ്വം വടക്കൻ കർണാടകയിലാണ് നടക്കുന്നത് തിരഞ്ഞെടുപ്പ്. അവിടെ ഈ പറയുന്ന കണക്ക് ലിംഗായത്തുകൾക്ക് വലിയ പ്രോമിനൻസ് ഉണ്ട് എന്നുള്ളത് കൊണ്ടും അവിടുത്തെ ഈ നേതാവാണ് യെദ്യൂരപ്പ എന്നുള്ളത് കൊണ്ടും വലിയ അടിയൊഴുക്കുകൾ ഉണ്ടാകില്ല എന്ന് BJPക്ക് പ്രതീക്ഷിക്കാമെങ്കിലും ഈ സ്ത്രീകളുമായി ബന്ധപ്പെട്ടുണ്ടാകുന്ന ഇത്തരം സംഭവങ്ങളോട് പൊറുക്കുന്നൊരു രീതി പൊതുവേ നമ്മുടെ രാജ്യത്ത് എവിടെയുമില്ല. അതുകൊണ്ട് കർണാടകയും ഒരു വലിയ പ്രതിസന്ധിയായി തന്നെ മാറും. കർണാടകയും ഗുജറാത്തും വലിയ പ്രതിസന്ധിയാണ് BJPയെ സംബന്ധിച്ചിടത്തോളം. വടക്കൻ ഉത്തർപ്രദേശിലാണ് ഇപ്രാവശ്യം തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. BSP ഓഫ് കോഴ്സ് ഒരു സ്പോയിലർ ഫാക്ടറായിട്ട് അവിടെ വർക്ക് ചെയ്യുന്നുണ്ടെന്ന് ആലോചിച്ചൊക്കെ ഈ തെരഞ്ഞെടുപ്പിൽ BSP എടുത്തിരിക്കുന്ന ഒരു നിലപാടെന്ന് പറയുന്നത് ആ പാർട്ടി രൂപപ്പെട്ടത് തന്നെ ഈ രാജ്യത്തെ പിന്നാക്ക ദളിത് വിഭാഗങ്ങളെ മുന്നോട്ട് കൊണ്ടുവരാനും സവർണാധിപത്യത്തിനെതിരായിട്ടുമാണ്. കാൻഷ്രാം ഈ അങ്ങനെ ഒരു പാർട്ടിയെ ഭാവനയും ആ പാർട്ടിയെ എത്ര തവണ ഉത്തർപ്രദേശിലെ ജനങ്ങൾ അധികാരത്തിലെത്തിച്ചിട്ടുണ്ട്. ഇപ്പോൾ എന്താ നേരെ സവർണാധിപത്യം ഉണ്ടാകുന്ന രീതിയിൽ ഹിന്ദുത്വ ആശയങ്ങൾക്ക് ശക്തി പകരുന്ന രീതിയിലുള്ളൊരു രാഷ്ട്രീയ നിലപാട് BSP എടുക്കുന്നു എന്നുള്ളത് ഈ തെരഞ്ഞെടുപ്പിൽ ജനങ്ങൾ തിരിച്ചറിയും. ഈ തെരഞ്ഞെടുപ്പ് എടുത്തിട്ടുള്ള നിലപാട് ബുമറാങ് ചെയ്യുമെന്നാണ് ഞാൻ ഉപ്പുവെച്ച കലം പോലെയാവും. ഉപ്പുവെച്ച കലം പോലെയാകും. ഒരു സംശയവും വേണ്ട. BSPക്ക് ഇതിനകത്ത് രാഷ്ട്രീയമായി ഒന്നാമത്തെ കാര്യം മായാവതി ഏതാണ്ട് വിഡ്രോ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. മായാവതി രാഷ്ട്രീയത്തിലില്ല ഇപ്പം. പിന്നെ മായാവതിയെ അവർക്ക് രാഷ്ട്രീയ പാർട്ടി വേണ്ട, അവർക്ക് ചാണക്യപുരയിൽ അവരുണ്ടാക്കിയ കൊട്ടാരം മാത്രം മതി. പിന്നെ ആ ഉണ്ടാക്കി വെച്ച സ്വത്തുകളും പൈസയൊക്കെ സംരക്ഷിക്കണം, കേസിലൊന്നും പെട്ടുപോകരുത് എന്നുള്ള ആവശ്യം അവർക്ക് വളരെ പ്രധാനമായിട്ടുമുണ്ട്. അപ്പോൾ ആ രീതിയിൽ ജനങ്ങളെ വഞ്ചിക്കുന്നൊരു നിലപാടെടുത്ത് ആയിക്കോട്ടെ, അതിന് ഉത്തർപ്രദേശിലെ ജനങ്ങൾ മറുപടി പറയും. മഹാരാഷ്ട്രയിലും ഈ പറയുന്ന കണക്ക് ഉദ്ധവ് താക്കറേക്കും അതുപോലെ തന്നെ ശരത് പവാറിനും അനുകൂലമായൊരു തരംഗം നിലനിൽക്കുന്നു. മറാത്ത റിസർവേഷൻ്റെ പ്രശ്നം വലിയ രീതിയിൽ ആ സർക്കാരിനെ ആൻറ്റി ഇൻകംബൻ്റ് ആക്കിയിട്ടുണ്ട്. അപ്പം ഈ ഘട്ടം നോക്കിയാൽ ആരാണ് പ്രതിസന്ധി നേരിടുന്നത്? യഥാർത്ഥത്തിൽ ഈ ഘട്ടം നോക്കിയാൽ ആരാണ് പ്രതിസന്ധി നേരിടുന്നത്? ഗുജറാത്തിലെ രജപുത്ര പ്രശ്നം അത് ഉത്തർപ്രദേശിൽ റിഫ്ലക്റ്റ് ചെയ്യും. ഈ പറയുന്ന പ്രജ്വൽ രേവണ്ണയുടെയും HD രേവണ്ണയുടെയും പ്രശ്നം കർണാടകത്തിൽ വലിയ വില കൊടുക്കേണ്ടി വരും. ഈ പിന്നെ മറാഠ റിസർവേഷൻ്റെ പ്രക്ഷോഭം അത് മഹാരാഷ്ട്രയിൽ വലിയ രീതിയിൽ സ്വാധീനിക്കും. ഈ അർത്ഥത്തിലൊക്കെ വെല്ലുവിളി ഇപ്പോൾ നേരിട്ടുകൊണ്ടിരിക്കുന്നത് BJPയും NDAയുമാണ് എന്ന കാര്യത്തിൽ തർക്കമില്ല. അതുകൊണ്ട് ഞാൻ ഈ പറയുന്ന 41 മണ്ഡലങ്ങൾ ഞാൻ വിട്ടുകളയുന്നു. 43 മണ്ഡലങ്ങൾ അത് അവരുടെ സ്ട്രോങ് ഹോൾസ് ആണ്. 2009 അത് കിട്ടിയിട്ടുണ്ട്, 2014 കിട്ടിയിട്ടുണ്ട്, 2019 കിട്ടിയിട്ടുണ്ട്. അപ്പോഴൊക്കെ ഓരോ തരംഗങ്ങളിൽ 14-ലും 19-ലും ഉണ്ടായിരുന്നു. പക്ഷേ 2024 അങ്ങനെ ഒരു തരംഗമില്ല. അതുകൊണ്ട് ഈ 51 സീറ്റുകളിൽ വലിയ ഫൈറ്റ് നടക്കുന്നു. അതിലൊരു സീറ്റ് ഓഫ് കോഴ്സ് സൂററ്റ് പോയിട്ടുണ്ട്. ബാക്കി 50 സീറ്റുകളിൽ വലിയ ഫൈറ്റ് നടക്കുന്ന ഒരു തെരഞ്ഞെടുപ്പാണ്. അത് നിർണായകവുമായിരിക്കും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ശരി, അപ്പോൾ നമ്മൾ മൂന്നാം ഘട്ടം കടുക്കുമോ എന്ന ചോദ്യമാണ് ചോദിച്ചത്. യെസ് എന്നാണ് 4 പേരും ഒരുപോലെ അഭിപ്രായപ്പെടുന്നത്. Meet the editors.